ഇന്ന് നമ്മളിവിടെ അമ്മച്ചീസ് അറ്റ് 12 കൃത്യമായ സ്വാഗതം. നിങ്ങൾ അടിപൊളിയതേ. നിങ്ങൾ പഞ്ചവടി, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചനക്ഷത്രം, പിന്നെ പഞ്ചസാര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നിങ്ങളുടെ കാണാൻ പോകുന്ന പരിപാടിയുടെ പേരാണ് അഞ്ചമ്മച്ചീസ്. അമ്മച്ചീസ് എന്ന് പറഞ്ഞാലേ പഞ്ചറായ അമ്മച്ചീസ് ഒന്നും അല്ല. ഇത് നല്ല പഞ്ചുള്ള, നല്ല മൊഞ്ചുള്ള 5 അമ്മച്ചിമാരാണ്. നമുക്ക് അവരെ സുസ്വാഗതം ചെയ്യാം, നമ്മുടെ അമ്മച്ചീസ്മാരെ. വെൽക്കം ടു ദി ഗ്രേറ്റ് ഷോ അമ്മച്ചി. പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഇരിക്കൂ. ഞാൻ നമ്മുടെ അമ്മച്ചിമാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. വേണ്ടേ? നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ എല്ലാം പൊന്നോമനയും സുന്ദരിയും സുശീലയും 12 സ്നേഹമരണവളയിലെ അമ്മമാരുടെ റോൾ മോഡലുമായ നമ്മുടെ സ്വന്തം അന്നക്കുട്ടി. ദുർഗമയല്ലേ? എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരിയും പാട്ടും ഡാൻസും പിന്നെ നല്ല കൊറിയോഗ്രാഫറും ഒക്കെയായ നമ്മുടെ സ്വത്തായ, നമ്മുടെ മുത്തായ, നമ്മുടെ പ്രൊഫസർ ഏലമ്മച്ചി. അടുത്തതായി നമ്മുടെ പള്ളിയുടെ വനിതാ രക്തമായി തിളങ്ങി നിൽക്കുന്ന പള്ളിയുടെ പ്രത്യേകിച്ച് കുർബാനയുടെ ഇടയിൽ നമ്മുടെ ഓഫറിംഗ് എടുക്കാൻ ആ പാത്രം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കരുതിക്കൊണ്ട് പുഞ്ചിരിയോടെ അതാർക്കും വിട്ടുകൊടുക്കല, പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത നമ്മുടെ മതസാമൂഹ്യ രംഗങ്ങളിൽ തന്നെ വ്യക്തിത്വം തെളിച്ച നമ്മുടെ സ്വന്തം രായമ്മച്ചി. ഇനി 12 സ്നേഹന്മാരുടെ പള്ളിക്കൂട്ടായ്മയുടെ, അതായത് പീലിപ്പ സംഘങ്ങളെ, നിങ്ങളുടെ കൂട്ടായ്മ ലീഡറും ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് തെളിയിച്ച് സുന്ദരിയായി വിലസുന്ന നമ്മുടെ സ്വന്തം കത്രിക്കുട്ടി അമ്മച്ചി. അവസാനമായി നമ്മുടെ നാടിന്റെ വാഗ്ദാനങ്ങളായ വരും തലമുറയെ വാർത്തെടുക്കാൻ കഠിനമായി ശ്രമിക്കുന്ന, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നമ്മുടെ ടീച്ചറമ്മയും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും ഒക്കെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ, കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ അതിരുമുള്ള അനിമേഷൻ ടീം അംഗവുമാണ്, ചിരിക്കമ്മയ്ക്കുള്ള ആളാണ് നമ്മുടെ സ്വന്തം ചിന്നമ്മച്ചി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? എന്ത് ചോദിച്ചാലും അവര് പാട്ടിലൂടെ കാര്യം പറയും. എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ? ഈ
സൗന്ദര്യം, ഈ കുണുക്ക്, ഈ ചട്ടയും മടക്കിട്ടുമുണ്ട്, ഇതൊരിടക്കം തന്നെ. ഈ പ്രായത്തിലും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് വായി വെള്ളമൊന്നോ? അതൊക്കെ പോട്ടെ, ഒരു ചെറിയ സ്വകാര്യം ചോദിക്കാനുണ്ട്. നമുക്കൊരിക്കലും നടക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കൗമാരക്കാലം. നിങ്ങളുടെ കൗമാരപ്രായത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എന്ത് നല്ല കൗമാരക്കാലം അല്ലേ? ഇപ്പൊ എവിടെ ഇരിക്കുന്ന മിക്കവരും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അല്ലേ? ചിരിക്കുന്നു. ഓക്കെ, അതെല്ലാം പോട്ടെ. ആദ്യമായിട്ട് അപ്പച്ചന്മാര് നിങ്ങളെ കാണാൻ വന്നപ്പോൾ അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്കറിയേണ്ടത് കണ്ടവർക്ക് നാണമുണ്ടോ? കണ്ടവർക്ക് നാണം? അപ്പോൾ അപ്പച്ചന്മാർക്ക് എന്ത് തോന്നി കാണുമെന്ന് എനിക്കറിയണം. ഈ പെൺകുട്ടികൾക്ക് ഇടം കൊടുത്തപ്പോൾ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയി കാണുന്നു. അതെ, അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പച്ചന്മാർക്ക് എന്തായിരുന്നു നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം?
അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, നിങ്ങളുടെ മക്കളെ കുറിച്ച്. അതായത് ലാപ്പും ആപ്പും എന്ന് പറഞ്ഞു നടക്കുന്ന ഈ യുഗത്തിലെ ജെൻസി പിള്ളേരെ പറ്റി നിങ്ങൾ എപ്പോഴെന്ന് പറഞ്ഞാ പറ്റുമല്ലേ? മക്കളുടെ കാര്യം അങ്ങനെയാണ്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വിട്ട് നമുക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. പുതിയതായി പണിയാനിരിക്കുന്ന നമ്മുടെ പള്ളിയില്ലേ, നമുക്ക് ഇവരോട് ചോദിച്ചാൽ അതിന്റെ അഭിപ്രായം എന്താണ്? എന്താ മക്കളെ, എന്താ അമ്മച്ചിമാരെ എന്ന് പറയുമോ? എന്തൊക്കെ ചെയ്താലും വിശ്വാസികളെല്ലാം നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അതിന് നമുക്ക് വേണ്ടത് നമ്മളെ നയിക്കുന്ന ഏറ്റവും നല്ലൊരു വികാരിയച്ഛനെയാണ്. നമുക്കറിയാവുന്ന പോലെ സുന്ദരനും സുമുഖനും സുസ്മേരവദനുമായ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ജോസഫ് നെടുമ്പറമ്പിൽ അച്ഛനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും നമ്മുടെ ഇടവകയെ പറ്റിയും അച്ഛന്മാരെ പറ്റിയും അല്ല, അയ്യോ നമ്മുടെ അച്ഛന്റെ ചങ്ക് ചെങ്ങാതിയും നമ്മുടെ കുട്ടികളുടെ ആത്മീയതയ്ക്കും സർഗചാതുരിയിലും ശ്രദ്ധ നൽകുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹായമായ നമ്മുടെ ഡീക്കൻ നോബിൾ അച്ഛനെ പറ്റി ഇവരോട് ചോദിക്കാം. എന്തായാലും നമ്മുടെ ഇടവകയെ പറ്റിയും അച്ഛന്മാരെ പറ്റിയും നമ്മളെല്ലാം സന്തോഷിച്ചിട്ടാണോ? അതേ പറ. ഇനി നമ്മുടെ സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്ന നമ്മുടെ ഇടവക ജനങ്ങളെ പറ്റി, നമ്മുടെ കൂട്ടായ്മയെ പറ്റി നിങ്ങൾക്ക് എന്താ അച്ഛന്മാരെ പറയാനുള്ളത്? അമ്മച്ചിമാർക്കും ഇത് കണ്ടിരുന്ന നിങ്ങൾക്കും നന്ദി. ഇനി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുമോ? ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്, തരട്ടെ. And Chamatis at 12 Apostles Health, Manganam.